നമുക്ക് എല്ലാവർക്കും തിരിച്ച് രണ്ടാം ഊഴത്തിലേക്ക് വരാം. വാട്ട്സ് ഷുവർ ഷുവർ. അനൂപ്, ഓവർ ടു യു. ഓക്കെ. സോ രണ്ടാം ഊഴം ആക്ച്വലി ഇഫ് യു ഗോ ഓൺലൈൻ, അപ്പോൾ നമുക്ക് മഹാഭാരതം അഡാപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ജനറലി ഒരു ഡിസ്കഷൻ ഓൺലൈനിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാം ഊഴവും അഡാപ്റ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഡിസ്കഷൻ ഓൺലൈനിൽ നടക്കാറുണ്ട്. ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള സംഭവം കാണുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ സംസാരിക്കുന്ന വേറെ ഒന്നുമല്ല, കാസ്റ്റിംഗ് ആണ്, പ്യൂർലി കാസ്റ്റിംഗ്. നമുക്ക് മമ്മൂട്ടിയെ ദുര്യോധനായിട്ട് വേണം, മോഹൻലാലിനെ ഭീമനായിട്ട് വേണം. അതുപോലെ ഹിന്ദിയിലാണെങ്കിൽ അവർക്ക് അവരവരുടെ ചോയ്സസ് ഉണ്ട്. നകുലിനും സഹദേവനും ഒക്കെ ഏഹ്, ചില മെയിൻ നടന്മാരുടെ ചോയ്സസ് കൊടുക്കുന്നു. അപ്പൊ ഇതിലാണ് അത് നിൽക്കുന്നത്. സോ എൻ്റെ ഒരു പേടി എന്ന് വെച്ചാൽ എപ്പോഴും ആടുജീവിതത്തിൽ സംഭവിച്ച പോലെ വിൽ വി മിസ് ഔട്ട് ഓൺ ദ റിയൽ ടീം, റൈറ്റ്? നമ്മളിപ്പം ഇത് അഡാപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പുതുമയുള്ള എന്തെങ്കിലും കാണാൻ, അല്ലെങ്കിൽ വി ഡോണ്ട് വാണ്ട് ദ സെയിം ക്ലോൺസ്. ആൻഡ് ഇറ്റ്സ് മോർ ദാൻ ദ സ്റ്റാർസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജസ്റ്റ് ഗെറ്റ് കഥയിൽ നിന്നും ഉള്ളൊരു അറ്റൻഷൻ ആ വഴിക്കാൻ പോകും. ഇതിലെ ഇൻട്രസ്റ്റ്, മഹാഭാരതത്തിലെ മെയിൻ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഇത് വീണ്ടും കാണുക. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഇഫ് ഇറ്റ്സ് ദ സെയിം ക്ലോ. അപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, ഈ നമുക്ക് ഈ മഹാഭാരതം ശരിക്കും വിഷ്വലൈസ് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യക്കാർ വിഷ്വലൈസ് ചെയ്യുന്നത് BR ചോപ്രയുടെ മഹാഭാരതം സീരിയൽ വന്ന ശേഷമാണ്. അപ്പൊ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാൻഡായിട്ട് കിരീടമൊക്കെ വെച്ച്, സ്വർണത്തിന്റെ കിരീടം, സ്വർണത്തിന്റെ പടച്ചട്ട, സ്വർണത്തിന്റെ രഥം, എല്ലായിടത്തും സ്വർണ്ണമാണ്. ഇതിലൊരു ഇത്രയും സ്വർണ്ണമൊന്നും മനുഷ്യന് ആക്ച്വലി പ്രാക്ടിക്കലി ചുമന്ന് നടക്കാൻ പറ്റത്തില്ല, നടക്കുകയില്ല. ഇപ്പം ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് മൗര്യന്മാരുടെ തോലാണ്. കാലത്തുള്ള ഭടന്മാരുടെയൊക്കെ, അതെ, പലപ്പോഴും ആർമർ എന്ന് പറയുന്ന തോല്, ചിലപ്പോൾ പട്ട്, നമുക്ക് കച്ചകെട്ടൊക്കെ പട്ട് ഇങ്ങനെ ഒരു 10 വട്ടം ചുറ്റി കെട്ടിക്കഴിഞ്ഞാൽ ടൈറ്റായി. അതിലൊരു വാളും അമ്പൊക്കെ ഒന്ന് തുളഞ്ഞ് കയറാൻ കുറച്ച് ആക്ച്വലി കുറച്ച് കഷ്ടപ്പെടും. പലപ്പോഴും ലെതറാണ് പടച്ചട്ട, അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് പ്ലേറ്റ് കാണും, അത് ഇത്രേ കവർ ചെയ്യത്തുള്ളൂ. അതെ അതെ. അതിന് പകരമാണ് ദേഹം മൊത്തം ഈ ചൂട് കാലാവസ്ഥയിൽ ഇത് മൊത്തം ഇങ്ങനെ മൂടി. ഇത് കുറെയൊക്കെ ഇവിടെ പിന്നെ കയ്യില് രാജാ ഇവിടെ രവിവർമ്മയുടെ ഒക്കെ ഇവിടെ ഫോൾട്ടാണ്. അതെ അതെ. ബേസിക്കലി നമ്മൾ ഡാൻസിലും ബാലയിലും ഒക്കെ കാണുന്ന സാധനം എല്ലാം ഉണ്ട്. പിന്നെ ഇതിന് ഹിസ്റ്റോറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ഈ മഹാഭാരതത്തിൽ കാണുന്ന ആ, ആയുധങ്ങളൊക്കെ ഇല്ലേ, തൽവാർ എന്ന് പറയുന്നത് അത് 12th സെഞ്ചുറിയിൽ രാജ്പുട്സ് കണ്ടുപിടിക്കുന്നതാണ്, കണ്ടുപിടിക്കുന്ന ഒരു ഇന്നോവേഷനാണ് ആ സ്വോർഡ്. അതൊന്നും മഹാഭാരത കാലത്ത് കാണില്ല. പ്രോബബ്ലി വി ഹാഡ് സ്ട്രൈറ്റ് സോർഡ്സ്, ഷോർട്ട് സ്ട്രൈറ്റ് സോർഡ്സ്. പിന്നെ സ്റ്റിറപ്സ്, കാല് നമ്മൾ കുതിരപ്പുറത്ത് പോകുമ്പോൾ കാല് വെക്കാൻ, കുതിരയുടെ ഇതൊക്കെ അഗൈൻ ഇനി ഇല്ല. ഇത് ഹിസ്റ്റോറിക്കൽ നിറ്റ്പിറ്റിംഗ് ആണ്. അത് ഇതൊന്നും ആ സമയത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. ഇഫ് വി ആർ അസ്യൂമിങ്, ഇഫ് വി ആർ ട്രൈങ് ടു പ്ലേസ് മഹാഭാരത ഇൻ എ ഹിസ്റ്റോറിക്കൽ സെറ്റിംഗ്. ഹിസ്റ്റോറിക്കൽ അപ്പം സെൻസ്. അതിലൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അതിലൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല. മെറ്റലർജി ആ കാലത്തുണ്ടോ? ആ, മറ്റേ മെറ്റലർജി ഉണ്ടോ? മെറ്റലർജി സിന്ധു ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നല്ലേ? ഉണ്ടാവും. ഇല്ല, മെറ്റലർജി ഉണ്ടായിരുന്നു. ഇല്ല. എനിക്ക് തോന്നുന്നത് അയൺ ഏജ് ആയിരുന്നു എന്ന് തോന്നുന്നു. ആക്ച്വലി ഒരു അയണേജ് സോഡിനൊക്കെ അയണേജ് 10-60 കിലോ വെയിറ്റ് ഉള്ള സോഡൊക്കെ ആയിരിക്കും. ഇതൊക്കെ പൊക്കിക്കൊണ്ട് നടക്കണമെങ്കിൽ അവന്മാർക്ക് അന്യ ആരോഗ്യം വേണം. അത് മാത്രമല്ല, ഇത് ഫീൽഡിൽ നടന്നാൽ മാത്രം പോരാ, ഇത് യൂസ് ചെയ്യണമല്ലോ. യൂസ് ചെയ്ത് രണ്ട് ഇത് കൂടി കഴിയുമ്പോഴത്തേക്ക് ആളുടെ എനർജി തീരും. അപ്പൊ ഇങ്ങനെയുള്ള തീരും. ഫൈറ്റ്, സോഡ് ഫൈറ്റ് ഒക്കെ ഒരുപാട് നേരമാണല്ലോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അത് കുറെ കാര്യം. പിന്നെ ആക്ച്വലി ആർച്ചറിയും ഗതയുമല്ലേ ആ പിന്നെ അല്ല, അത് ആർച്ചറിയിലും ഏ, നമുക്ക് കുറെ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ഉം. ഉം. പലപ്പോഴും നമ്മൾ വിചാരിക്കും ആർച്ചറി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കമ്പുണ്ടാവും, അതിലിങ്ങനെ വലിച്ചങ്ങ് വിട്ട് കഴിഞ്ഞാൽ തീർന്നു എന്ന് നമ്മൾ വിചാരിച്ചു. ശരിക്കും ഞാനൊരു വില്ലെടുത്ത് ഒന്ന് ഒരു അമ്പ് തൊടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് എൻ്റെ പവർ എനിക്ക് മനസ്സിലായത്. ഞാൻ ഷോൾഡർ കുഴഞ്ഞു പോയി. ഷോൾഡർ പവർ ഒരുപാട് വേണം അല്ലേ? യു നീഡ് വെരി ഗുഡ് മസിൽസ്. ഒരു സ്വോർഡ് ഫൈറ്ററിനെക്കാട്ടി കൂടുതൽ ഒരു പക്ഷേ ആർച്ചറിനാണ് വേണ്ടത്. മസിൽസിന്റെ ആവശ്യം ആർച്ചറിനാണ്. അതുപോലെ ഈ വില്ലെന്ന് പറയുന്ന സംഭവം പലപ്പോഴും നമുക്ക് കാണാം സിനിമയിലൊക്കെ, ഒരു വളഞ്ഞ കമ്പ്, W ഷേപ്പിലൊക്കെ ഉള്ള ഒരു കമ്പ്, അതിന്റെ രണ്ടറ്റത്ത് നൂല് വെച്ച് ചേർത്ത് വെക്കുന്നേ കാണാം. ആക്ച്വലി ഇത് വളരെ ഒരു ഹെവി കോൺകേവ് ആയിട്ടുള്ള സാധനം ഷേപ്പാണ്, അല്ലേ? ഉം, ഉം. വളരെ ഹെവി ആയിട്ടുള്ള സാധനം. ഇത് നമ്മൾ വളച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വളച്ച് കൊണ്ടുവന്ന് എന്നിട്ട് വേണം നമ്മൾ ഈ ത്രെഡ് കെട്ടാൻ. അത് 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 ആ പലപ്പോഴും ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ആർച്ചിന്റെ ക്രിയേറ്റ് ചെയ്യാൻ. ഷേപ്പ് കൊണ്ടാണ്. ഉം.
എന്നിട്ട് ഈ അപ്പൊ ഓൾറെഡി അത്രയും വെയിറ്റ് ഉള്ള സാധനം വലിഞ്ഞിറക്കുന്ന അത്രയും സംഭവത്തിലാണ് വളച്ച് അമ്പ് വിടണമെങ്കിൽ അത്രയും പവർ വേണം. അത് അങ്ങനെ ആ വെയിറ്റ് ഉള്ള സാധനത്തിനെ വളച്ച് പിടിച്ചിരിക്കുന്ന കമ്പ്, ആ സ്ട്രിങ് നമ്മൾ വലിക്കുമ്പോൾ അതിന് അത്രയും എനർജിയും അത്രയും എഫേർട്ടും ഉണ്ടാവും. അപ്പൊ നമ്മൾ പക്ഷെ ആ ഒരു വേറൊരു കാര്യം കൂടെ ഉണ്ട്. പെർസ്പെക്റ്റീവ് ഷുവർ. എനിക്ക് ഹിസ്റ്റോറിക്കലിനേക്കാളും രണ്ടാമൂഴത്തില് ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ആ പടമല്ല, പുസ്തകം പോകുന്നത് മുഴുവൻ ഭീമന്റെ മോണലോഗാണ്, പുള്ളിയുടെ ചിന്തകളാണ്. ആ ചിന്തകളിനെ എങ്ങനെ സിനിമയിൽ കൊണ്ടുവരും? ഒരു എക്സാമ്പിള്, മറ്റേ അഭിമന്യു മരിക്കുമ്പോ ശ്രീകൃഷ്ണൻ കരയുമ്പോ ഭീമൻ പറയുന്നുണ്ട്, ചിന്തുന്നത് സ്വന്തം രക്തമാകുമ്പോൾ ജീർണവസ്ത്രങ്ങളുടെ ഉപമ എല്ലാവരും മറക്കുന്നു. അതൊക്കെ സിനിമയിൽ എങ്ങനെ കൊണ്ടുവരും? അതുപോലെ ഒരുപാട് ആ മോണോലോഗ്സ് ഉണ്ട്. ആ മോണോലോഗ്സിന്റെ എസെൻസ് സിനിമയിൽ വരുമ്പോൾ നഷ്ടപ്പെടും. പിന്നെ ഭീമന് വേണ്ടി സൈഡിൽ നിന്ന് തള്ള വേറെ ആരെങ്കിലും വെച്ചാൽ മതിയല്ലോ. ഭീമന്റെ തോട്ട് പ്രോസസ് സൈഡ് കിക്ക്. അതല്ലാണ്ട് ഇങ്ങനത്തെ മോണോലോഗ്സ് ഒന്നും ഭീമൻ തന്നെത്താനെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺവിൻസിങ് അല്ല. പകരം അപ്പുറത്തിരുന്ന ഒരാളെന്ന് പറഞ്ഞു പുലിമുരുകനല്ല തള്ള, മറ്റേത് മൂപ്പനെ കൊണ്ട് അല്ല, അങ്ങനെ ഒരു ക്യാരക്ടർ വേണ്ടി വരും. He will need a sidekick to അത് നരസിംഹത്തിൽ തൊട്ടുള്ളതാണല്ലോ അങ്ങനെ ഒരാള് വന്ന് നിന്ന് ഹൈപ്പടിച്ചു വിടുക ആദ്യം തന്നെ. Why not for women? പലപ്പോഴും നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പമാണ്, നമുക്ക് ഈ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള തോട്ട്സ് കാണിക്കാൻ വേറൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അത് പക്ഷെ ഇപ്പൊ ഈ രണ്ടാമൂഴത്തിലെ ഭീമന്റെ കാര്യമാണെങ്കിൽ പലപ്പോഴും ഒരു സെൽഫ് ഡൗട്ട് നമുക്ക് അതിൽ കാണാറുണ്ട്. പുള്ളി മാസ്കുലിനിറ്റി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ, എല്ലാരും വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അവരുടെ പാണ്ഡവരുടെയും കൗരവരുടെയും ഒരു ഫസ്റ്റ് ഹണ്ട് ഉണ്ട്. അപ്പൊ ഹണ്ട് കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു വന്നിട്ട് ടെന്റിൽ വന്നിട്ട് ഐ തിങ്ക് ഹി ട്രൈസ് ടു മേക്ക് എ മൂവ് ഓൺ എ ദാസി. വരികയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് ദുര്യോധനൻ ആ കൊളുത്തിപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി പറയും, പുരുഷന് ആദ്യം കൊല്ലുന്ന മൃഗവും ആദ്യം കിട്ടുന്ന സ്ത്രീയും ആദ്യത്തെ കവിൾ മദ്യവും സ്പെഷ്യൽ ആണെന്നെന്തോ പറയും. അത് കേട്ടിട്ട് പുള്ളി ഒന്ന് ട്രിഗർ ആവുന്നതാണ്. പക്ഷെ എൻറ്റയർ ബേസിസ് അവരുടെ റൈവൽറി ആണ് പുള്ളിയുടെ ലൈഫ് നയിക്കുന്നത്. ദുര്യോധനോടുള്ള ഇരട്ടപ്പേര് വിളിച്ചു എന്നുള്ളതും കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതും ദർ ഇസ് എ കോൺസ്റ്റന്റ്. ഐ തിങ്ക് ദുര്യോധനും ഇൻസെക്യൂർ ആയിരുന്നിരിക്കണം, കാരണം ഭീമൻ. പക്ഷെ ദുര്യോധൻ വാസ് എ ബെറ്റർ, എന്താ പറയാ, ഗദ വെച്ചിട്ടൊരു ബെറ്റർ ഫൈറ്റർ ദുര്യോധനായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഭീമനും അറിയായിരുന്നു. അതിന്റെയും കുറച്ചൊരു അതിലും ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണമായത് ബലരാമനാണ്. ബലരാമന് ദുര്യോധനും ശിഷ്യനാണ്, ഭീമനും ശിഷ്യനാണ്. പക്ഷെ ദുര്യോധനോട് ബലരാമൻ പാർഷ്യാലിറ്റി കാണിച്ചു എന്നുള്ളത് രണ്ടാമൂഴത്തിൽ ഒരൊറ്റ ലൈനുണ്ട്, പുതുതായി താനൊന്നും പഠിച്ചില്ല എന്ന നിരാശയോടുകൂടിയാണ് മടങ്ങിയതെന്ന് ഭീമൻ പറയുന്നുണ്ട് ബലരാമന്റെ അടുത്ത് പോയിട്ട്. അപ്പോ ആ ബലരാമന്റെ ട്രെയിനിങ് ദുര്യോധനെ കുറച്ചുകൂടെ ശക്തനാക്കി എന്നുള്ളത് സത്യമാണ്. ദ്രോണ അർജുനോട് ചെയ്തും സെയിം തിങ് ആണല്ലോ. അതെ അതെ, എല്ലാവർക്കും ഉണ്ട് ഫേവറേറ്റ് സ്റ്റുഡന്റ്സ്. അല്ലെങ്കിൽ വെസൽ നീഡ്സ് ടു ബി വർത്തി ഇനഫ് ഓഫ് ദ നോളജ് എന്നുള്ളതും ആവാം. എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എല്ലാ സ്ഥലത്തും പുള്ളി രണ്ടാമതാണ്. സെക്കൻഡ് ടേണേ ഉള്ളൂ. ചേട്ടന്റെ കേസ് പറഞ്ഞാലും മറ്റേ യുധിഷ്ഠിരനും ആള് ശരിയൊന്നും അല്ല. മൂപ്പരും അത്യാവശ്യം പൊളിറ്റിക്സ് കളിച്ചിട്ടാണ് അനിയനെ സൈഡാക്കിയിരിക്കുന്നത്. എപ്പോഴും മന്ദൻ എന്നാണ് വിളിക്കുന്നത്, മന്ദൻ എന്നാണ് അറിയപ്പെടുന്നത് പുള്ളി. അത് മേ ബി അതാണ്. അപ്പൊ ഈ ഒരു ഇൻസെക്യൂരിറ്റി ഒന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല സ്ക്രീൻ പ്ലേയിൽ കാണിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു സ്റ്റാർ ഒക്കെ ചെയ്യുമ്പോൾ പ്രയാസമാണ്. അതൊരു സംഭവം ഡ്രിവൺ ആയതുകൊണ്ടല്ല അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്, അത് ആ ഇമോഷൻ ഡ്രിവൺ ആയതുകൊണ്ടാണ്. അതിൽ അവസാനം ഇതുപോലെ ഭീമനെ രാജാവാക്കാൻ ഒരു ശ്രമം നടത്തുമ്പോൾ വിതുരര് കയറി കളിക്കുന്നുണ്ട്.
ഒരു വിനാഴിക അര മാത്രം. ദിവസത്തെ രാജാവാ. അര ആ, ദിവസം അതെ. ശരിക്കും അതൊക്കെ നമുക്ക് കഴിയുമ്പോ ആക്ച്വലി പുള്ളിക്ക് മഹാഭാരതത്തിൽ നോക്കുമ്പോൾ പുള്ളിയെ തടയുന്നുണ്ട് നല്ലോണം. ഇപ്പം യുധിഷ്ഠിരന് ശേഷം ആരെന്ന് ചോദിക്കുമ്പോൾ എല്ലാരും അർജുനന്റെ അർജുൻ പേരക്കുട്ടിയായ പരീക്ഷത്തിനെയാണ് വെക്കുന്നത്. ആക്ച്വലി ഭീമന്റെ ഒരു സർവൈവിങ് സൺ ഉണ്ട്, വിദർഭയിലെ ഒരു രാജാവായിട്ടൊരു മകനുണ്ട്. പക്ഷെ പുള്ളിയുടെ കാര്യം എങ്ങും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ ബലന്ധരയുടെ എനിക്കിപ്പം ഇഫ് യു റീഡ് ബലന്ധരയിലുള്ള സർവ്വതനാണോ? ബലന്തരയിലുള്ള സർവ്വതൻ എനിക്ക് സർവ്വതൻ. പേരെനിക്ക് ഓർമ്മയില്ല, ഉം. പ്രോബബ്ലി. അപ്പൊ അത് നമുക്കിപ്പം ഇഫ് യു റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കൃഷ്ണൻ കളിച്ച കളിയാണ്. അപ്പൊ പരീക്ഷത്ത് എന്ന് പറയുമ്പോൾ ഹീസ് പാർട്ട് യാദവ. സുഭദ്രയ്ക്ക് ഉണ്ടാവുന്ന മോനാണ് സുഭദ്ര, കൃഷ്ണന്റെ സിസ്റ്ററാണ്. സുഭദ്രയ്ക്ക് അഭിമന്യു ഉണ്ടാവുന്ന സുഭദ്ര. അഭിമന്യു. അഭിമന്യുവിന്റെ അപ്പൊ ആ വഴിക്ക് അല്ല പാർട്ട് ഓഫ് അഭിനു his blood. സോറി. അതുപോലെ അതുകൊണ്ട് ബാക്കി പിന്നെ വരുന്ന ഒരു രണ്ടാമത്തെ മെയിൻ മകനുള്ളത് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ല ഈ ബാക്കി വരുന്ന ഒരു മകനും കൂടെ ഉണ്ടല്ലോ, മറ്റേ ഇവിടെ ചിത്രാംഗതയുടെ മകനും കൂടി ജീവനോടെ ഇരിക്കുന്നുണ്ട് അവസാനം മഹാഭാരതത്തില്, മറ്റേ ബബ്രുവാഹൻ. മണിപ്പുരത്തിലെ ബബ്രുവാഹൻ. അതെ. ബബ്രുവാഹൻ. അല്ല, പുള്ളിക്ക് സീനിയോറിറ്റി ഇല്ല. സീനിയോറിറ്റി ഭീമന്റെ മോനാണുള്ളൂ. ഭീമന്റെ മോനാണ്. കറക്റ്റ്. അപ്പൊ അഭിമന്യുയെക്കാട്ടി സീനിയോറിറ്റി ഭീമന്റെ മകനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ പക്ഷെ പുള്ളിക്ക് പോയില്ല. അനൂപ് വേറെന്തോ പറയാൻ വന്നു, ഞാൻ അവിടെ ഇന്റർപ്റ്റ് ചെയ്ത. ഓക്കെ. രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഇറ്റ്സ് ദ ബെസ്റ്റ് അഡാപ്റ്റേഷൻ ഓഫ് മഹാഭാരതം. ആക്ച്വലി ഇപ്പം നമ്മളിപ്പോ കേൾക്കുന്ന മഹാഭാരതത്തിൽ ഇപ്പൊ കർണൻ ഒരു ഓൾമോസ്റ്റ് ഒരു ഹീറോ ആണ്. റിയൽ മഹാഭാരതത്തിൽ പോവുകയാണ്, റിയൽ എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ എഡിഷൻ വായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ കിട്ടുന്ന വേർഷനിൽ വായിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ടോട്ടൽ നെഗറ്റീവ് ക്യാരക്ടറാണ്. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപത്തില് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത മനുഷ്യൻ കർണനാണ്. അതെ അതെ. പലപ്പോഴും അർജുനായിട്ടുള്ള ഫൈറ്റില് പുള്ളി തിരിഞ്ഞ് ഓടുന്നുണ്ട്, ദുര്യോധനെ ഉപേക്ഷിച്ചിട്ട് പുള്ളി ഓടിക്കളയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന അത്രയും വലിയ വാറിയർ അല്ല, ഭീമൻ വരെ തോപ്പിച്ചിട്ടുള്ളത്. ഭീമൻ ഈ ഒരു കഥകളൊക്കെ ദിവസം പല പ്രാവശ്യം തോപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മൾ. പിന്നെ ഈ ശിവാജി സാവന്തിന്റെ മൃത്യുഞ്ജയം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്, അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് തമിഴിൽ, കർണൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന്റെയൊക്കെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് പുള്ളി. പിന്നെ പുള്ളിയുടെ നമുക്ക് കാസ്റ്റ് പൊളിറ്റിക്സ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സർഗേറ്റ് ആണ് കർണൻ. അപ്പൊ അതൊക്കെ കൊണ്ട് ഹി ബിക്കേം എ വെരി പവർഫുൾ ആർക്കിടൈപ്പ്. അതാണ് പോപ്പുലർ ഇമാജിനേഷൻ. ഇതൊന്നും ആക്ച്വൽ മഹാഭാരതത്തിലില്ല. അപ്പം ഇൻ എ വേ രണ്ടാം മുഴൽ മീൻസ് വെരി ക്ലോസ് ടു ദ ഒറിജിനൽ മഹാഭാരതം. അതേപോലെ കടോൽക്കജൻ മരിക്കുമ്പോൾ കൃഷ്ണൻ ആഘോഷിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള റീസൺസ് രണ്ടാം മുഴത്തിൽ പറയുന്നുണ്ട്. കാരണം ഭീമനാണ് രാക്ഷസജാതി ബ്രാഹ്മണ ദോഷി ദോഷി. ഞാൻ ചെയ്യേണ്ടത് ആൻഡ് ഹീസ് ദ കർണൻ ചെയ്തു. കടോൽക്കജനാണ് ആക്ച്വലി ഫസ്റ്റ് ഇൻ ലൈൻ. അപ്പൊ പാണ്ഡവരില് ഇവര് കാട്ടിലോട്ട് ഇറങ്ങി പുറപ്പെടുമ്പോ ഏറ്റവും പാണ്ഡവരില് ഫസ്റ്റ് ആദ്യം ഉണ്ടായ കുട്ടിയാണ്, ഹിഡിംബിയിലുണ്ടാകുന്ന കുട്ടിയാണ്. സോ ദ ഫ്യൂച്ചർ ഓഫ് ദാറ്റ് എംപയർ വിൽ ബി ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ രാക്ഷസ. അതും അഗൈൻ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. അതുകൊണ്ടായിരിക്കാം കൃഷ്ണൻ ആഘോഷിക്കുന്നത്. മഹാഭാരതത്തിന്റെ ഒരു ഫേക്ക് ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. മഹാഭാരതത്തിന്റെ ഒരു ഫെയ്ത്ത്ഫുൾ അഡാപ്റ്റേഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒരു ആനിമേറ്റഡ് മൂവിയുണ്ട്, അർജുൻ ദ വാറിയർ പ്രിൻസ്. എന്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും അത് കാണേണ്ട ഒരു ഫിലിമാണ്. അത് അവസാനിപ്പിക്കുന്നത് ആ ഉത്തരന്റെ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ്. അല്ലല്ല, ഉത്തരൻ യുദ്ധം കഴിഞ്ഞിട്ടാണ്. ഉത്തരൻ തേരാളിയായിട്ട് നിൽക്കുമ്പോഴല്ലേ അവസാനിക്കുന്നത്? അങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത് തോന്നുന്നു. അല്ലല്ല, അതെ, അല്ല, ആ യുദ്ധം കഴിഞ്ഞിട്ട് നമ്മള് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിനും അത് ഒരു എപ്പിലോഗായിട്ട് പറയുകയാണ്, എഴുതി കാണിക്കുക. എനിക്ക് ഇതില് ഇത് അനൂപ് തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. അനൂപ് തന്നെ പറഞ്ഞിട്ടാണ് ഇത് കണ്ടത്. അത് എനിക്ക് തോന്നുന്നു ആ ആനിമേഷനും വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത്.
അതെ, അതിലുള്ള ആർക്കിടെക്ചറൊക്കെ കാണുമ്പോൾ അറിയാം, ആയുധങ്ങളും എല്ലാം. നേരത്തെ പറഞ്ഞ കോസ്റ്റ്യൂംസ് എല്ലാം ഒരു ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. കിരീടം ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ, എല്ലാവരും ഒരു എന്താ പറയാ, അത്യാവശ്യം വേണ്ട ഡ്രസ്സും ഒക്കെ ഉള്ളൂ. അതായത് ഒരു നാണം മറയ്ക്കാനുള്ള ഡ്രസ്സ് ബേസിക് മാത്രമേ കാര്യങ്ങളാണ്. ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ അമർ ചിത്രകഥ ഓൾസോ പ്ലേഡ് എ ബിഗ് റോൾ എന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന്റെ അകത്ത് നല്ലപോലെ കിരീടവും സത്യം. സാധനങ്ങളും ഉണ്ടായിരുന്നു. ഉണ്ട്. നമ്മളും നമ്മുടെ മനസ്സിലും അതാണ്. പിന്നെ ബി.ആർ. ചോപ്രയുടെ മഹാഭാരതം വന്നപ്പോഴും അങ്ങനെയാണ്. അപ്പൊ ഇപ്പോഴും നമുക്ക് ബ്രെയിനില് കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിതീഷ് ഭരദ്വാജ് വരും, കവച എല്ലാ കുണ്ടലങ്ങളൊക്കെ ഇട്ട് കിരീടമൊക്കെ വെച്ചിട്ട്. ആക്ച്വലി വേറൊരു ഇൻട്രസ്റ്റിംഗ് തോട്ട്, ബി.ആർ. ചോപ്ര മഹാഭാരതം സൃഷ്ടിക്കുന്ന സമയത്ത് അവർ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചത് അമർ ചിത്രത്തെയാണ്. അവർ അമർ ചിത്രത്തെ വാങ്ങിയാണ് ഇതെല്ലാം നോക്കിയിട്ട് കോസ്റ്റ്യൂംസ് ഒക്കെ ഇതേപോലെ ചെയ്യാം എന്ന് പറയുന്നത്. അല്ല, അത് ആക്ച്വലി ശരിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീൻ ബൈ സീൻ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അതിനു മുമ്പ് അമർ ചിത്രകഥ വായിച്ചിട്ടുണ്ടായിരുന്നു. സീൻ ബൈ സീൻ ഇതായിരുന്നു, ഡയലോഗ്സും സിറ്റുവേഷൻസും എല്ലാം എക്സാക്ട്ലി ദ സെയിം ആയിരുന്നു. ഞാനപ്പോ വിചാരിച്ചത് മഹാഭാരതം ശരിക്കും ഇത്രയും സീൻ ബൈ സീൻ സെയിം ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഈ രണ്ട് അഡാപ്റ്റേഷനും ഇത്ര മാച്ച് ചെയ്യുന്നതെന്ന്. പക്ഷെ രണ്ടാമൂഴം ഒരു സീരീസ് ആയി വന്നു കഴിഞ്ഞാൽ, ബിക്കോസ് ഐ തിങ്ക് ആ ബുക്ക് ഒരു 2 മണിക്കൂർ സിനിമയായിട്ട് എടുക്കുമ്പം കുറെ എലമെന്റ്സ് എടുത്ത് കളയേണ്ടി വരും. അപ്പം കാണുന്ന ആൾക്ക് ചിലപ്പോ എനിക്ക് ഇപ്പൊ എന്റെ ഉപകഥകൾ എന്തെങ്കിലുമൊക്കെ എടുത്തു കളഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടോളന്നല്ല, സാൻഡി പ്രോബ്ലി വുഡ് ബി ഓക്കെ വിത്ത് ഇറ്റ്. ഇപ്പൊ എല്ലാവർക്കും ചില ഉപകഥകൾ അവനവന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് വെച്ചും എക്സ്പീരിയൻസ് വെച്ചും ഇമ്പോർട്ടന്റ് ആവുന്ന ഉപകഥകൾ ഉണ്ട് അതില്. അപ്പൊ ഇഫ് ഇറ്റ്സ് എ സീരീസ് ഐ തിങ്ക് ഇറ്റ് വുഡ് ബി എ ബിറ്റ് മോർ പാലറ്റബിൾ, അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് അവർക്കത് ഈ പറഞ്ഞ മാതിരി റിസർച്ച് ഒക്കെ ചെയ്ത് ഒരു 10 പാർട്ട് സീരീസോ അല്ലെങ്കിൽ 2 സീസൺ ആയിട്ടോ ഒക്കെ ചെയ്യാം. I agree with that. കാരണം ഇപ്പൊ പറയാൻ കാശെടുക്കണല്ലോ. നെറ്റ്ഫ്ലിക്സ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ബഡ്ജറ്റും ഇതൊക്കെ. പക്ഷെ ഇതിപ്പോ നെറ്റ്ഫ്ലിക്സ് ഒക്കെ എടുക്കുന്ന പറയുമ്പോൾ ശരിക്കും പറഞ്ഞാലോ, നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണമെങ്കിൽ വേറൊരു ഇത് വേണ്ടി വരും. ഈ പാൻ ഇന്ത്യൻ ക്രൗഡ് ആണ് എല്ലാവരും നോക്കുന്നത്, പാൻ ഇന്ത്യൻ ഓഡിയൻസ് ആണ്. അവരെ സംബന്ധിച്ച് ഇതൊരു എറ്റനദർ മഹാഭാരതം അഡാപ്റ്റേഷൻ. നമുക്കൊക്കെ രണ്ടാമൂഴത്തിന്റെ അഡാപ്റ്റേഷൻ ആണ്, അതാണ് വ്യത്യാസം. അപ്പോൾ ഒരു ലോക്കൽ ഒരു മലയാളം മൂവി ആയിട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിന് കൂടുതൽ ഓഡിയൻസ്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുമ്പോൾ. നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവരായിട്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടി മുതിരും എന്നുള്ള കാര്യം. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പോഴും ആ സ്ക്രിപ്റ്റിന്റെ കാര്യം പ്രശ്നമായിക്കൊണ്ടിരിക്കും. അത് എഴുതേണ്ട ആൾ എഴുതണം, അതാണ് അതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ വെച്ചിട്ട് ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ ഹാവ് ദ ആപ്പറ്റൈറ്റ് ഫോർ കൃഷ്ണൻ ടു ബി ഒരു ഗ്രേ ക്യാരക്ടർ എന്നുള്ളതും ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ വളരെ സട്ടിലായിട്ട് പറയണം, ഡയറക്റ്റ് ആയിട്ട് പറയണം, ആ രീതിയിലും എഴുതാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവണം. അപ്പോൾ അതാ പറഞ്ഞേ, അങ്ങനെ ഒരു ജീനിയസിന് അത് എഴുതാൻ പറ്റും. അതായത് അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നന്നായിരിക്കും. പക്ഷെ ആഫ്റ്റർ ഓൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ സാങ്കല്പിക കഥയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു സാങ്കല്പിക കഥയെ ബേസ് ചെയ്തിട്ട് മറ്റൊരു സാങ്കല്പിക കഥ എഴുതിയ ആൾക്കാരാണെന്ന്. ഇപ്പൊ ഞാൻ റീസെന്റ് നമ്മുടെ ഈ രാജീവ് ശിവശങ്കർ എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റർ ഉണ്ട് മലയാളത്തിൽ. മൂപ്പര് ഇതുപോലെ പുരാണങ്ങൾക്കിടയിലെ മൗനങ്ങൾ പൂരിപ്പിക്കുന്ന ടൈപ്പ് കഥകൾ, ഞാൻ പറയട്ടെ, അതെപ്പോഴും എല്ലാവരും പറയുന്നതാണ് മിത്തോളജിക്കൽ ഫിക്ഷനെ പറ്റിയിട്ട്. ഞാൻ അടുത്ത് വായിച്ചത് നാഗഫണം എന്നൊരു സാധനമുണ്ട്. അതായത് നമ്മുടെ പരീക്ഷത്തിന് കിട്ടുന്ന ശാപവും അത് കഴിഞ്ഞിട്ട് മഹാഭാരതത്തിന്റെ പണ്ട് അതിന്റെ പേര് ജയസംഹിത എന്തോ ആയിരുന്നു, ജയസംഹിത അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ ആക്ച്വലി അത് കമ്പോസ് ചെയ്യുന്നത് തൊട്ട് മുമ്പ് വരെയുള്ള കഥയാണ് ശരിക്കും പറഞ്ഞാൽ നാഗഫണം. അപ്പൊ അതിനിടയിൽ കുറെ ഇമ്പോർട്ടന്റ് അല്ലാത്ത കുറെ ക്യാരക്ടേഴ്സിന്റെ ഇത് നമ്മളിതുവരെ കേൾക്കാത്ത കുറെ ക്യാരക്ടേഴ്സിലൂടെയാണ് കഥ, നമ്മളെ പൊളിറ്റിക്സ് എന്താണ്, മീൻസ് ആ നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ മനസ്സിലാകുന്നത്. ഇപ്പോൾ പരീക്ഷത്ത് ആക്ച്വലി ആക്സെപ്റ്റ് ചെയ്യുകയാണ്, എന്തായാലും ഞാൻ ചാവാൻ പോവാണ്. അതായത് നാഗങ്ങളൊക്കെ ശരിക്കും മനുഷ്യരെ പോലെ തന്നെയാണ്, നാഗന്മാരെന്നേ ഉള്ളൂ. അവർക്ക് വിഷവിദ്യകളൊക്കെ അറിയാം, ചെറുതായിട്ട് മാജിക് ഒക്കെ അറിയാം, അതൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആരും എനിക്കറിയില്ല, അതൊരു മഹാഭാരതം അഡാപ്റ്റേഷൻ എന്നേ ആളുകൾ എടുക്കുന്നുള്ളൂ. അങ്ങനെയുള്ള പറഞ്ഞു അതല്ല അതിന് മുകളിൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ടോ എന്നറിയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ.
നമ്മൾ ഈ മഹാഭാരതം വായിക്കുമ്പോൾ ഉണ്ടല്ലോ, ഓരോ വട്ടം വായിക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും. അപ്പൊ ഒരു വട്ടം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു സംഭവമാണ്, ഈ മഹാഭാരതം ഫുൾ സ്റ്റോറി നമ്മൾ വായിക്കുമ്പോൾ, ആദിപർവം മുതൽ വായിക്കുമ്പോൾ ഇതിന്റെ പാരലലി വേറൊരു നാഗാസ് വേഴ്സസ് ആര്യൻസ് ഒരു സ്റ്റോറി നടക്കുന്നുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ നാഗന്മാരുടെ കൂടെ കഥയാണ്. തുടക്കത്തിൽ നാഗന്മാരുടെ ഉത്ഭവത്തിനെ പറ്റി പറയുന്നുണ്ട്, ഗരുഡന്റെ കഥ പറയുന്നുണ്ട്. കശ്യപന്റെ 2 മക്കളാണ്, 2 ഭാര്യമാരിൽ വരുന്ന 2 ചേരി മക്കളാണ് ഈ നാഗന്മാരും പിന്നെ ഗരുഡനും ഒക്കെ വരുന്നത്. അവരുടെ ഒരു ഫൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഖാണ്ഡവ ദാഹം നടക്കുമ്പോ അർജുനും ആ കാട് മാത്രമല്ല അതിനകത്തുള്ള സകല ജീവജാലങ്ങളെയും കൂടെ ആണ് കൊന്നു കൊടുക്കുന്നത്. അപ്പൊ അതില് നാഗന്മാരുണ്ട്, തക്ഷകന്റെ മക്കളും ഒക്കെ അശ്വസേനനാണ് അതില് വരുന്നത്. അശ്വസേനൻ വന്ന് കർണന്റെ അമ്പിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്. അമ്പനുള്ളിലേക്കാണ്. അപ്പൊ ആ പുള്ളിയുടെ പ്രതികാരം വീട്ടാൻ അത് സാധിക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പം തക്ഷകൻ ലാസ്റ്റ് പരീക്ഷത്തിനെ കൊല്ലാൻ വേണ്ടി ഒരു അവസരം മുതലാക്കുന്നതും. അങ്ങനെ നമുക്ക് വായിക്കാം, ഇതെല്ലാം റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് ആണ്. സോ പാരലലി ദർ ഈസ് സംതിങ് ഹാപ്പനിങ്. ആ രാജശ്രീയുടെ ആത്രേയകം ഞാൻ ഇപ്പൊ വായിച്ചു തീർത്തേ ഉള്ളൂ. അത് എക്സാക്ട്ലി ഈ ലൈനാണ്, പൊളിറ്റിക്സ് ബിറ്റ്വീൻ നാഗന്മാരും ബാക്കിയുള്ളവരും. അപ്പൊ ഘടോൽക്കജനെ ഒരു നാഗനായിട്ടാണ് അതില് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ കാട്ടുവാസികൾ എന്ന് പൊതുവെ അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നത് രാക്ഷസന്മാര് എല്ലാരും നാഗന്മാരാണ് എന്നുള്ള ശ്രമിച്ചിരിക്കുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു നമ്മള് we went way over, but it was a great conversation as usual. അപ്പോ any parting thoughts anybody? പാർട്ടിക് തോട്ട്സ് ഇതാണ്, നമുക്കിപ്പം ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ രണ്ടാം മൂഴം നമ്മളിപ്പം ലേഖ പറഞ്ഞ പോലെ നമ്മളത് അഡാപ്റ്റ് ചെയ്ത് ചിലപ്പോൾ സീരീസ് ആക്കേണ്ടി വരും. സിനിമയാക്കി കഴിഞ്ഞാൽ വി വിൽ drop something out of it, drop the main core out of it, and then we'll have another generic Mahabharata adaptation. And that also won't do justice to either Dandamooram or Mahabharata. Each to their own. അതാണ് അഡാപ്റ്റേഷന്റെ എൻഡ് ഓഫ് ഇറ്റ് ഉള്ളത്. എനിക്ക് എന്ത് ഇഷ്ടാവുന്നു എന്നുള്ളതായിരിക്കില്ല വേറെ. It's a hard fight. It's a hard fight. Okay, but good conversation as usual. അപ്പോൾ എല്ലാവരെയും അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അടുത്ത ആഴ്ച മിക്കവാറും നിങ്ങൾ 3 പേരും കൂടെ റെക്കോർഡ് ചെയ്യേണ്ടി വരും, ഞാൻ ഫ്ലൈറ്റിലായിരിക്കും. അപ്പോ നാട്ടിൽ വരികയാണ് അടുത്ത ആഴ്ച. Actually, I won't, കാണാൻ എല്ലാവരെയും. might not be available also. Okay, we'll figure something out. All right. Okay, thank you all. കാണാം. Thank you. Bye bye.